രാത്രി ഏതാണ്ട് 8 മണിയോടുകൂടിയാണ് ഈ അപകടം ഉണ്ടാവുന്നത്. കളമശ്ശേരി HMT കോളനിയിലെ പെരിങ്ങഴ ഭാഗത്ത് ഈ സോഫയൊക്കെ ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റ് ഉണ്ട്. ആ യൂണിറ്റിലാണ് ഈ തീപിടുത്തം ഉണ്ടായത്. ഇതിനുള്ളിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, ഇതര സംസ്ഥാന തൊഴിലാളികൾ അടക്കമുണ്ടായിരുന്നു. അവരാണ് ഈ അഗ്നിബാധ ആദ്യം കാണുന്നത്. തുടർന്ന് അവിടെ നിന്ന് നാട്ടുകാരെ വിവരമറിയിക്കുകയായിരുന്നു. പിന്നീടാണ് നാട്ടുകാരാണ് ഈ ഫയർഫോഴ്സ് യൂണിറ്റിനെ എല്ലാം വിവരമറിയിക്കുകയും ചെയ്തത്. പിന്നീട് ജനപ്രതിനിധികളും നാട്ടുകാരും 4 യൂണിറ്റ് ഫയർഫോഴ്സും സ്ഥലത്തെത്തി അവരുടെ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചത്. എന്തായാലും ജനവാസ മേഖലയാണ്, ജനങ്ങൾ കൂട്ടമായി തിങ്ങിപ്പാർക്കുന്ന ഒരു ഏരിയയാണ്. തൊട്ടടുത്ത് ഒരു LP സ്കൂളുണ്ട്, പള്ളിയുണ്ട്. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തിലൊരു അഗ്നിബാധ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും കളമശ്ശേരി നഗരസഭയിലെ സ്ഥലം വാർഡ് കൌൺസിൽ കൂടി റഫീഖ് ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. എപ്പോഴായിരുന്നു സംഭവം, എങ്ങനെയായിരുന്നു സംഭവം? 8:15-8:20 സംഭവം. ഞങ്ങൾ സീപോർട്ട് റോഡിൽ നിൽക്കുമ്പോൾ പുകയുയർന്നാണ് കാണുന്നത്. ഭയങ്കര പുകയുയർന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഓടി വരികയാണ് ചെയ്തത്. ഓടി വരുമ്പോൾ ഇവിടുത്തെ പണിക്കാരൊക്കെ ചാടി പുറത്ത് നിൽക്കുന്നത് നോക്കുമ്പോൾ കത്ത് പിടിച്ച് കഴിഞ്ഞു. ഒരു 5 മിനിറ്റ് കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വീട് മൊത്തം കത്ത് പിടിച്ചു. കത്ത് പിടിച്ച് കഴിഞ്ഞ് അത് അപ്പം തന്നെ നാട്ടുകാരെല്ലാവരും നാട്ടുകാരെത്തി ഇവിടെ ഉണ്ടായ കുറേ സാധനങ്ങൾ പുറത്തേക്ക് മാറ്റിയത് കൊണ്ടാണ് വലിയൊരു അപകടം ഒഴിവായി മാറിയത്. എന്നാലും വീടും എനിക്ക് തോന്നുന്ന കുറേ സാധനങ്ങൾ ഓരോ കത്തി നശിച്ചു പോയിട്ടുണ്ട്. ഈ ഇതിനകത്ത് സോഫ നിർമ്മാണ യൂണിറ്റിൽ തൊഴിലാളികൾ ഉണ്ടായിരുന്നു. സമീപത്ത് മറ്റാരെങ്കിലും താമസക്കാരുണ്ടായിരുന്നു? ഇല്ല, താമസ വീടുകളൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ കുറെ വർഷങ്ങളായി ഇവർ ഇവിടെ യൂണിറ്റ് വർക്ക് ചെയ്യുന്നു സോഫയുടെ. ഇതുവരെ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പൊ ജോലിക്കാരോട് ചോദിക്കുമ്പോൾ ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടായത്, വയറ് നമ്മൾ ഇങ്ങനെ വരഞ്ഞ് എന്തോ ഒരു സൗണ്ട് കേട്ടെന്നാണ് ഒരു തീ മിന്നൽ കണ്ടെന്നാണ് പറയുന്നത്. അത് കണ്ടതോടുകൂടിയാണ് അവർ ചാടിയെ പുറത്തിറങ്ങിയത്. പക്ഷെ അപ്പോഴേക്കും തീ ആൾ കത്തിയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് ഫോമാണ്. ഈ സോഫയിലിടുന്ന ഫോമും പിന്നെ പ്ലൈവുഡ് പിന്നെ വരുന്ന മറ്റേ തുണികളുണ്ട്, ഇതെല്ലാം കൂടി കത്തിയിട്ടാണ് ഇത് കെടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ 6 യൂണിറ്റോളം വെള്ളം അടിച്ചിട്ടാണ് ഇപ്പോൾ ഇതുവരെ ആയത്. പക്ഷെ നാട്ടുകാരനും ഫയർഫോഴ്സിന്റെ ഭയങ്കര ഒരു ഇടപെടൽ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് വലിയൊരു ആളുകൾക്ക് അപകടം ഉണ്ടാവാതെ വഴിമാറിപ്പോയത്. കാരണം തൊട്ടടുത്ത വീടുണ്ട്, തൊട്ടടുത്ത റോട്ടിൽ കൂടെ കുട്ടികളൊക്കെ ഈ റോട്ടിൽ കൂടെ പോണതാണ്. പക്ഷെ ഒരാൾക്ക് പോലും ഒരു അപകടം ഉണ്ടാകും. എല്ലാവരും ഭയങ്കര കെയർഫുള്ളായിട്ട് അത് ഉള്ളിലുള്ള സാധനങ്ങൾ മൊത്തം വലിച്ചിട്ടു. അതുകൂടാതെ വേഗം രക്ഷാപ്രവർത്തനങ്ങൾക്ക് എല്ലാവരും നാട്ടുകാരും ഫയർഫോഴ്സിന് എന്താ പറയുക ഭയങ്കരമായ ഒരു സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് ഇത് വലിയൊരു അപകടം ഒഴിവായത്. ഈ ഷോർട്ട് സർക്യൂട്ട് ആകാം അപകടത്തിന് കാരണമെന്നാണ് ഒരു വിലയിരുത്തൽ. അവർ പറഞ്ഞത് അങ്ങനെയാണ്. ഇനി ഒരു അന്വേഷണം വരുമല്ലോ. എന്തായാലും അന്വേഷണം മുനിസിപ്പാലിറ്റി ആയിട്ട് ഇപ്പോൾ ഹെൽത്ത് വിഭാഗമൊക്കെ വന്ന് അന്വേഷിക്കും. അന്വേഷിച്ചിട്ട് അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തും. നമ്മൾ എന്തായാലും അത് തെറ്റായ രീതിയിലാണെങ്കിൽ ഞാൻ നടപടിയെടുക്കും. ഈ കമ്പനിയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വേറെ നേരത്തെ എന്തെങ്കിലും പരാതിയോ കാര്യങ്ങളോ അങ്ങനെ വല്ലതും ഉയർന്നിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ പരാതി നമ്മുടെ അടുത്ത് ആരും പറഞ്ഞിട്ടില്ല. ഇതുവരെ പരാതി മുനിസിപ്പാലിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടില്ല. ഒരു വർഷങ്ങളായിട്ട് ഇവിടെ വന്നാണ് ഇവർ പുറത്തുനിന്ന് ഉമ്മർന്നാണ് ഇതിന്റെ ഓണറിന്റെ പേര്. ഹോം ഡിസൈൻ ഫർണിഷ് എന്നാണെന്ന് എനിക്ക് തോന്നണം ഇവരുടെ കമ്പനിയുടെ പേര്. ഇവര് പ്രൊഡക്ഷൻ എന്ന് വെച്ചാൽ സെറ്റ് ഇവിടെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു യൂണിറ്റാണ് ഇവര്. അപ്പോൾ ഇതുവരെ ഒരു കംപ്ലൈന്റ് ഉണ്ടായതായിട്ട് നമുക്കറിയില്ല. ശരി, എന്തായാലും വലിയൊരു അപകടം ഒഴിവായി എന്ന് വേണം നമുക്ക് പറയാൻ. കാരണം ഇതിന് തൊട്ടടുത്തായി സ്കൂളുണ്ട്, പള്ളിയുണ്ട്, നിരവധി ആളുകൾ തിങ്ങിപ്പാർക്കുന്ന ഒരു ഇടം കൂടിയാണ്. ഏതെങ്കിലും രീതിയിലുള്ള നിയമപരമായിട്ടുള്ള എല്ലാവിധത്തിലുള്ള പരിശോധനയും നടക്കും, എല്ലാ കാര്യങ്ങളും പരിശോധിക്കും, അതനുസരിച്ച് തുടർ നടപടി ഉണ്ടാകും എന്ന് തന്നെയാണ് അധികൃതർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമായി, മറ്റാർക്കും അപകടം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള ഒരു കാര്യം.